റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ നിലപാട് മയപ്പെടുത്തി രാജ്ഭവൻ. സുപ്രീം കോടതിയിലെ കേസ് നടത്തിയിട്ടുള്ള പണം സർവകലാശാല നൽകിയില്ലെങ്കിൽ രാജ്ഭവൻ തന്നെ നൽകും. കൂടുതൽ തർക്കത്തിലേക്ക് വിഷയം എത്തിക്കേണ്ടെന്നാണ് തീരുമാനം. കേസ് നടത്തിപ്പിനായി 11 ലക്ഷം രൂപയാണ് രാജ്ഭവൻ ആവശ്യപ്പെട്ടത്. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഗോപാൽ, ആ പണമാണെങ്കിലും നമ്മുടെയൊക്കെ പണമാണ് എന്നുള്ളതാണ് അതിൽ കൗതുകകരമായ കാര്യം. എങ്കിലും സർവകലാശാലയ്ക്ക് ആ ബാധ്യത ഇപ്പോൾ കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സർവകലാശാല എടുത്ത നിലപാട് ഈ രാജ്ഭവൻ ചോദ്യം ചെയ്തേക്കില്ലെന്നാണ് പറയുന്നത് ഗവർണർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് രാജ്ഭവനിൽ നിന്ന് പോയാലും സർവകലാശാലയിൽ നിന്ന് പോയാലും പോകുന്നത് സർക്കാരിന്റെ കീശയിലെ പണം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ വിഷയത്തിൽ സർവകലാശാലകളോട് അധികം കടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് രാജ്ഭവൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ പോയ വകയിൽ ഏജിക്ക് 11 ലക്ഷം രൂപയാണ് നൽകാനുള്ളത്. 5.5 ലക്ഷം വീതം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾ നൽകണമെന്നായിരുന്നു രാജ്ഭവൻ നൽകിയ കത്തിലുണ്ടായിരുന്നത്. അത് നൽകാൻ കഴിയില്ല എന്ന സാങ്കേതിക സർവകലാശാലയിലെ CPM MLA-മാരായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ IB സതീഷും സച്ചിൻ ദേവും ഇന്നലെ VCക്ക് കത്ത് നൽകിയിരുന്നു. അതുപ്രകാരം ഇനി ആ വിഷയത്തിൽ കൂടുതൽ കടുപ്പിച്ച നിലപാടൊന്നും എടുക്കേണ്ടതില്ല എന്ന തരത്തിലേക്ക് രാജ്ഭവൻ എത്തിയിരിക്കുന്നു. അതായത് സർവകലാശാലകൾ പണം നൽകിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, രാജ്ഭവൻ തന്നെ നേരിട്ട് ഏജിക്ക് പണം നൽകും. പക്ഷെ അപ്പോഴും ഈ പണം ആവശ്യപ്പെട്ടതിൽ തെറ്റില്ല എന്നും അതിനുള്ള അവകാശം ഗവർണർക്കുണ്ട് എന്ന തരത്തിലേക്കുമാണ് രാജ്ഭവൻ ആ മറുഭാഗത്ത് വിശദീകരണം നൽകുന്നത്. കാരണം ചാൻസലർ എന്നാൽ സർവകലാശാലയുടെ ചാൻസലറാണ്. സർവകലാശാലകളുടെ വിഷയത്തിൽ ചാൻസലർ ഇടപെടുമ്പോൾ അതിന്റെ ഫണ്ട് നൽകാൻ സർവകലാശാലയ്ക്ക് ബാധ്യസ്ഥതയുണ്ട് എന്ന തരത്തിലേക്ക് തന്നെയാണ്. ആ വിഷയത്തിൽ നിലപാട് മാറ്റുന്നില്ല. പക്ഷെ അപ്പോഴും കൂടുതൽ പ്രശ്നം ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നത്തിലേക്കോ തർക്കത്തിലേക്കോ പോകേണ്ടതില്ല എന്ന തരത്തിലേക്ക് രാജ്ഭവൻ എത്തിയിരിക്കുന്നു. സർവകലാശാലകൾ പണം നൽകിയില്ലെങ്കിൽ അത് രാജ്ഭവൻ നേരിട്ട് തന്നെ ഏജിക്ക് നൽകും. ആ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെ. അതിന്റെ പേരിൽ ഇനി സർക്കാരുമായിട്ടോ CPM-ഉമായിട്ടോ അതായത് സിൻഡിക്കേറ്റുകളുമായിട്ടോ വലിയ പോരിലേക്കോ തർക്കത്തിലേക്കോ ഒന്നും പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉള്ളത്. ഓക്കെ, താങ്ക് യു. ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അതങ്ങനെ അല്ലേ, നമ്മുടെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാലകളും സർക്കാരും എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി രാജ്ഭവൻ ചാൻസലറായ ഗവർണർ കോടതി കേസിന് പോവുക, എന്നിട്ട് 11 ലക്ഷം രൂപ സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് എഴുതി കൊടുക്കാൻ പറയുക. അതെന്ത് പരിപാടിയാണപ്പോൾ? നിങ്ങൾ ഈ സർവകലാശാലയ്ക്കെതിരെ കേസ് കൊടുത്ത് സർവകലാശാല പൈസ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് രാജ്ഭവൻ തന്നെ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പൊക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറഞ്ഞാലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിൽ നിന്നാണല്ലോ ഈ പൈസയൊക്കെ പോകുന്നത്.